മണി കുറെ ആയില്ലേ എടി നീ ഇത്രയും നേരമായിട്ട് എന്തിനാണ് അവിടെ പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങി വാ ഇങ്ങോട്ട് അവര് വരാറായേ എടി ഇറങ്ങി വാടി ഇങ്ങോട്ട് ഇങ്ങനെ ബഹളം വെക്കല്ലേ മനുഷ്യന് ഒരുങ്ങാനും സമ്മതിക്കൂല എടേ സമയം ഇത്ര ആയില്ലേ അവര് പെട്ടെന്ന് വരൂലേ നിങ്ങൾ ഇങ്ങനെ വെപ്രാള പറഞ്ഞ പിന്നെ വെപ്രാളപ്പെടാതെ അവരെന്തൊരു വിചാരിക്കും നമ്മൾ ഇവിടെ കിടന്ന് നീ കിടന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അവര് നേരത്തെ സമയത്തിന് എത്തും നമ്മൾ ഒരുങ്ങിയില്ല നിങ്ങൾക്ക് ഒരു പാന്റ് ഷർട്ട് ഇട്ടാൽ മതിയല്ലോ നമുക്ക് അതുപോലെയാണ് അപ്പൊ നിങ്ങൾക്ക് അവര് വന്നിട്ട് നമ്മൾ ഒരുങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ മോശമല്ലേ ഇത് എന്തൊരു മോശം ഒരു മോശമില്ല പിന്നെ അങ്ങനെ നമ്മൾ ശരി നമ്മൾ നമ്മുടേതായ ഒരു ഇത് വേണം കേട്ടോ എപ്പോഴും അമ്മച്ചിക്ക് ഇപ്പൊ സമയമായുള്ളൂ വെള്ളം ഒഴിക്കാൻ ഇങ്ങനെ തന്നെ പഠിപ്പിച്ചു പോയി കേറിപ്പോ മതി നനച്ചത് ഏത് കോഴി എണ്ണാണ് നോക്കിയാണ് കുറെ നേരം കൊണ്ട് കൊച്ചിനെ നോക്കണ് അവന്റെ നോട്ടം അത്ര ശരിയല്ലല്ലോ അതുകൊണ്ട് ആരുടെ എന്ത് 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 കാര്യം എന്തിനു കിടന്ന് ചാർന്ന ആരടാ അല്ല ആന്റി ഇവിടെ മനസ്സിലായി നീ ആന്റി ആയെന്ന് രാവിലെ അയ വെട്ടിക്കൊണ്ട് അടക്കാണ് ആടിനെ പോലെ അല്ല കപ്പിയും കാന്താരി വീട് ഇവിടെ എവിടെയോ കണ്ടിരുന്നു പാലക്കാട് ഇന്റർവ്യൂവിന് വേണ്ടി പാലക്കാട് വരുവാ പാലക്കാട് ഇത് നേരത്തെ ഇവിടെ കിടന്ന് ഇങ്ങനെ ഈ സർക്കസ് ഒക്കെ കാണിക്കുന്നു എത്ര നേരം നമ്മൾ നോക്കിയിരിക്കുന്നു ഹലോ നമസ്കാരം സുഖമാണല്ലോ അപ്പൊ തുടങ്ങല്ലേ സെറ്റ് മോളെന്തി മോളുണ്ട് ആ വാ വടി വാടി വാ വാ ചേച്ചിക്ക് എന്തോ സംതിങ് സംശയമുണ്ടോ അവൻ ഇപ്പോഴും പേടിച്ചിരിക്കണ നേരത്തെ മറ്റേ ഗേറ്റിൽ നിന്നിട്ട് പറഞ്ഞ സാധനം പേടിക്കണ്ട കേട്ടാ രണ്ടുപേരും കൂടെ നിൽക്കുമ്പോഴാണ് കപ്പയും കാന്താരി ഞാനാണ് കപ്പ അതിന് പറയാം ഇപ്പഴിനി ക്ലാരിറ്റി ചെയ്യാം ഞാനാണ് കപ്പ പുള്ളിയാണ് കാന്താരി ചുമ്മാണ് കേട്ടോ ചുമ്മാ ഡയലോഗ് അടിച്ചതാണ് നമുക്ക് കൂടുതൽ സന്തോഷം എന്താന്ന് വയസ്സായ അമ്മമാരും അപ്പൂപ്പന്മാര് എല്ലാരും കാണി വീഡിയോ നമ്മളെ വീഡിയോ അത് ഭയങ്കര പുറത്തിറങ്ങുമ്പോ എല്ലാരും പറയും ശരിക്കും പേടിയുണ്ടോ ചേച്ചിനെ പേടിയുണ്ടോ ഒരു അമ്പലത്തിൽ പോയപ്പോ ഇതുപോലെ അവിടത്തെ ഒരു ഈ പുള്ളുവമ്പാട്ട് കഴിഞ്ഞ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു എന്റെ അമ്മ കിടപ്പിലാണ് ആ അമ്മ ചിരിക്കണത് കാണുന്നത് നമ്മളെ വീഡിയോ കണ്ടാണ് ചിരിക്കണേന്ന് കേട്ടപ്പോ നമ്മള് ഇത്രയും വലിയൊരു ഇതാ നമുക്ക് ആ കണ്ണിൽ ഇത് പ്രായം അത് തന്നെയാണ് പക്ഷെ വേറൊന്നും ഉദ്ദേശിച്ചല്ല എന്ത് ഉദ്ദേശിച്ചാലും അങ്ങനെ പറയാൻ പാടില്ല ചിലപ്പം നമ്മളെ ആ ഒരു ലാംഗ്വേജ് ആയിട്ട് ചിലപ്പോ അവനൊരു ഇത് വന്നതായിരിക്കും. അല്ല ഞാൻ നോർമലി ഒരു ഇട്ടറിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ആ ലെവലിൽ പോയതാണ്. കോമഡി എന്ന് അങ്ങനെ ഒരിക്കലും പറയൂല. അതിനെ മനസ്സിലാക്ക്. മര്യാദക്ക് നിനക്ക് ക്വസ്റ്റ്യൻ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്തും. കേട്ടല്ലോ പറഞ്ഞത്? എന്ത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ടു ഇൻഫാൻ എന്റർടൈൻമെന്റ്. കപ്പയും കാന്താരിയും പോലെ അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് നാവിൽ കൊതിയൂർന്ന പോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രീകുമാർ ചേട്ടനും നമ്മുടെ പ്രീത ചേച്ചിയും അവന്റെ മോള് നമ്മുടെ കൂടെ ഉണ്ട്. സോ നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ക്ലാപ്പ് അടിക്ക്. അടിക്ക് ചേച്ചി. ഞാൻ കുറെ തപ്പി ലാസ്റ്റ് ഞാൻ വരുന്ന സമയത്തൊക്കെ ഞാൻ വാർഡ് നമ്പർ ചോദിച്ചു. അപ്പൊ അവര് പറയായിരുന്നു ഈ ഏരിയ അത്ര ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എനിക്കറിയില്ല അതെന്താ സംഭവം. അത് വേണ്ടി അങ്ങോട്ട് ചോദിക്കുന്നേ. അല്ലല്ല ഒരു ചേട്ടനോട് ചോദിച്ചേ. ചേച്ചിക്ക് ആരെങ്കിലും ശത്രുത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ശത്രുതയല്ല സംഭവം, അതല്ല പ്രശ്നം. നമ്മളെ ഒരു ക്യാരക്ടർ ഉണ്ട്, സരള മെമ്പർ. നമ്മള് മെമ്പർ, അതായത് ഇപ്പൊ ഈ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമുണ്ട്. ഞങ്ങൾ ആ ഒരു ക്യാരക്ടർ ഒരുപാട് ചെയ്തു. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായില്ലേ, ഒരു എന്താ പറയാ, ഒരു ചിലവർക്കൊരു ദേഷ്യവും ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട്. സരള മെമ്പർ ആ ഒരു രീതിയിൽ വെച്ചിട്ടായിരിക്കും ഈ വാർഡ് അത്ര ശരിയല്ല. നമ്മളെ പേര് പറഞ്ഞായിരുന്ന കപ്പയും കാന്താരി എന്ന് പറഞ്ഞാണോ ചോദിച്ചത്? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഏരിയ അത്ര ശരിയല്ല. കാര്യം എന്ന് വെച്ചാൽ സരള മെമ്പറിന്റെ കേസായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ടാണ്, അല്ല വേറെ ഒന്നുമില്ല കേട്ടാ. ഞാൻ ആദ്യം നമ്മളിപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കപ്പയും കാന്താരി കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ ഫുഡുമായി റിലേറ്റഡ് ആയിട്ട് ഈ വീഡിയോസ് ഒക്കെ ആയിരിക്കും ഓട്ടോമാറ്റിക്കലി ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ ചാനൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറെ സ്ക്രോളിൽ നോക്കിക്കൊണ്ടിരിക്കുക, എവിടെ ഫുഡ്, എവിടെ കപ്പ, എവിടെ കാന്താരി, എവിടെ കാണുന്നില്ലല്ലോ. ഫുൾ കോമഡി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഫുഡാണ് നോക്കുന്നത് മെയിൻ, പക്ഷെ ഒന്നും കാണുന്നില്ല. പിന്നെ മനസ്സിലായത് ഓക്കെ കോൺസെപ്റ്റ് വേറെയാണ് എന്ന് പറഞ്ഞിട്ട്.
സോ ഈ പറയാൻ വന്നത് ഈ കപ്പയും കാന്താരിയും പേര് ഇതിൽ ശരിക്ക് കാന്താരി ആരാണ്? ചേച്ചിയാണോ? കണ്ടറിഞ്ഞൂടെ? ഒരു പാവം പോലെയാണല്ലോ തോന്നുന്നത്. അത് ഉള്ളിൽ വേറെ ഉണ്ടല്ലേ? അത്ര പാവമൊന്നും അല്ല. എങ്ങനെ അനുഭവിക്കുന്നത്? അനുഭവിക്കണേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കെട്ടിപ്പോയില്ലേ, 17 വർഷം ഇനി അനുഭവിച്ചില്ലേ പറ്റുള്ളൂ, വേറെ വകുപ്പില്ല വേറെ. ഓക്കെ, അപ്പൊ പേര് എങ്ങനെയാണ് വന്നത്? പേര് നമ്മുടെ കപ്പയും കാന്താരി എന്നുള്ള പേര്. ഓക്കെ, ഇത് ആക്ച്വലി ഈ ഒരു പേര് മക്കളാണ് ഇട്ടത്. മക്കള് മോളും മോനും, അവര് രണ്ടുപേരും കൂടെ ഇപ്പൊ ഞങ്ങള് ഒരു ചാനൽ ഇങ്ങനെ തുടങ്ങണം, ഇങ്ങനെ ഒരു റീൽസ് ഒക്കെ ചെയ്യണം എന്നുള്ളൊരു ഒരു ഇഷ്ടം വന്നപ്പോൾ നമുക്ക് ചാനലിന് ഒരു പേരിടണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംതിങ് ഒരു വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പേരിടണം എന്നിങ്ങനെ ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പം ഞാൻ കുറെ പേരൊക്കെ പറഞ്ഞു, പക്ഷെ അതൊന്നും അത്ര അങ്ങോട്ട്. അപ്പൊ ഞങ്ങൾ പിള്ളേരോട് പറഞ്ഞു, മക്കളെ നിങ്ങളൊരു പേരൊന്ന് സെലക്ട് ചെയ്യും, ഒന്ന് നോക്ക്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഈ കപ്പയും കാന്താരി അങ്ങനെ ഒരു സംഭവം പിടിച്ചാലോ, അങ്ങനെ ഒരു പേരിട്ടാലോ, അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം, അത് വേറെ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ ആ പേരില്. നോക്കിയപ്പം വലുതായിട്ട് അങ്ങനെ ആരും ഇല്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു കപ്പയും കാന്താരി എന്നുള്ളൊരു ആ ഒരു പേര് സെലക്ട് ചെയ്യാനും ആ ഒരു പേര് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിൽ അത് എന്തോ പറയാൻ ദൈവത്തിന്റെ ഒരു ഇതുകൊണ്ട് ആൾക്കാർക്കെല്ലാം ഒരു പേരും ഇഷ്ടപ്പെട്ടു. അതിലൂടെ തന്നെ പിന്നെ ഞങ്ങളുടെ കണ്ടന്റുകളും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലോട്ട് വരാനുള്ള ഒരു കാരണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുമ്പോഴാണ് കപ്പയും കാന്താരി. ഞാനാണ് കപ്പ, അതിന് പറയാം ഇനി ക്ലാരിറ്റി ചെയ്യാം, ഞാനാണ് കപ്പ, പുള്ളിയാണ് കാന്താരി. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു, മോള് പറഞ്ഞു ടിക്ടോക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ടിക്ടോക്ക് പെട്ടെന്ന് സ്റ്റോപ്പായി. സോ എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ഭയങ്കര ഡിപ്രഷൻ ഒക്കെ അടിച്ചിട്ട് ആത്മഹത്യ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. സോ ചേച്ചിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്? ചേച്ചി വിളിക്കണോ പ്രീത വിളിക്കണോ, പേര് വിളിക്കണോ, അത് വിളിക്കണ്ടേ? നേരത്തെ ആന്റി എന്നാണ് വിളിച്ചത്. ചേച്ചി നിനക്ക് ഇവിടെ നിന്ന് നേരെ പോണെങ്കിൽ ഒന്നുകൂടി ഞാൻ മുൻകൂട്ടി ചോദിച്ചതേ അതാണ്. അപ്പൊ വിഷമം തോന്നി. പിന്നെ മോൾ ഇതുപോലെ പറഞ്ഞു നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം. ഇല്ല, ഞാൻ CRPFിലായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു 2017 കോവിഡ് സമയം 2018 ഞാൻ ഗുജറാത്തിൽ വന്നു. സർവീസ് എന്റെ സർവീസ് ഞാൻ ഗുജറാത്തിലോട്ട് ട്രാൻസ്ഫർ ആയി. ആ ഒരു സമയത്ത് ഞാൻ ഇവരെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി. ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. ക്വാർട്ടേഴ്സ് ഇട്ട് ഇവരെയും കൂടെ അങ്ങോട്ട് ഷിഫ്റ്റ് ആക്കി. മക്കളും അവിടെ തന്നെ സ്കൂളിലും അവിടോട്ട് ഷിഫ്റ്റ് ആക്കി. അപ്പോഴാണ് ഈ കോവിഡ് വരുന്നത്. കോവിഡ് വന്നപ്പോൾ ഇതിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഗേറ്റ് എല്ലാം ലോക്കായി. ക്യാമ്പിന്റെ ആയിരുന്നാലും വലിയ ക്യാമ്പാണ് അവിടെ ഗുജറാത്തിൽ. അപ്പോൾ ആ ക്യാമ്പിൽ ലോക്കായി, കംപ്ലീറ്റ് ഗേറ്റ് എല്ലാം ലോക്കായി. കോവിഡായി. ആൾക്കാർക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായി. എല്ലാവരും റൂമിനകത്തായി. അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഭയങ്കര ഈ റൂമിലൊക്കെ ഇരുന്നിട്ട് ഭയങ്കര എത്രയെന്നും പറഞ്ഞ് നമ്മൾ റൂമിൽ ഇരിക്കും. ചുമ്മാ നമ്മൾ TV കാണുക, ആഹാരം കഴിക്കുക, ഉറങ്ങുക. ആ ഒരു സിറ്റുവേഷൻ ഇട്ടപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു, ഇറിറ്റേഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് പിള്ളേരൊക്കെ അവർക്കൊക്കെ എത്ര നേരം അവർ റൂമിൽ ഇരിക്കും. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൻ്റെ കുറച്ചടുത്തായിട്ട് ഒരു ഇടുക്കിയിലുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവർ ഫാമിലിയായിട്ട് 2 പെൺകുട്ടികളാണ്. അങ്ങനെ അവർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവരാണ് ഈ സംഭവം ഈ ടിക്ടോക്കിൽ അവർ വീഡിയോ ചെയ്യുമായിരുന്നു. ലിപ്സിംഗ് സാധനങ്ങൾ എടുത്തിട്ടാണോ ആ സമയത്താണോ? ടിക്ടോക്കിൽ ആ സമയത്ത് ഡബ്മാഷ് ആണ് കൂടുതൽ. അപ്പൊ അവര് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കപ്പോൾ ഈ ഒരു പരിപാടി ഇല്ല. അങ്ങനെ മക്കൾ ഇങ്ങോട്ട് ചോദിച്ചു, അച്ഛാ നമുക്ക് അവര് ചെയ്യുമ്പോൾ അവരെ കണ്ടിട്ട് നമുക്കും കൂടെ ചെയ്യാലെന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് വരുന്നത്. അങ്ങനെ മക്കള് ചോദിച്ചു നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താലോ. പക്ഷെ അപ്പോഴും എനിക്ക് കുറച്ച് കൂടുതൽ ഇതിനോട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ജോബ് ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതലോട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം റെസ്ട്രിക്ഷൻ ഉണ്ട് നമുക്ക്. സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പുള്ളി വെച്ച് ഞാൻ ചെയ്യട്ടെ എന്ന് വെച്ചോ, നീ ചെയ്തോ, നിനക്ക് ടൈം പാസ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നല്ല ഇതാണ്, നീ ചെയ്തോ. അങ്ങനെ ഇവര് ആണ് മക്കളും ഇവളുമായിട്ടാണ് ആദ്യം ഇത് സ്റ്റാർട്ട് ആയത്. ഇവളാണ് ഫസ്റ്റ് ഇതിനെ തുടങ്ങിയത്. ഇവള് തുടങ്ങി. അപ്പം പിന്നെ മക്കളും അതിലൂടെ ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ എന്റെ ഈ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിലും ചേട്ടനും കൂടെ ചെയ്യാലോ എന്നുള്ളത്. മറ്റേ അവരുടെ ആ പുള്ളിയും ഇതിനോട് അവർ ഇൻവോൾവ് ആകാൻ തുടങ്ങി. ആ പയ്യനും കൂടെ. അപ്പൊ ഇവര് ചോദിച്ചു നിങ്ങൾ കൂടെ ചെയ്തൂടെ? ശരി നോക്കാം. എന്നിട്ട് ഞാനും കൂടെ ചെറുതായിട്ട് ഇതിലോട്ട് വന്നു. ആക്ച്വലി തുടങ്ങിയ സമയത്ത് ആദ്യം ഒരു വീഡിയോ ഇട്ട് ആ വീഡിയോ നല്ല വൈറലായി. നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല.
അപ്പൊ അച്ഛനും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോഴത്തേക്ക് അത്രയും വൈറലായി എല്ലാരും കമന്റ്സും എല്ലാം അപ്പൊ ഇടയ്ക്ക് താഴെ കല്യാണം കഴിഞ്ഞതാണോ എന്നൊക്കെ ചോദിച്ചു. അയ്യോ അപ്പൊ ഒരാൾക്ക് നമുക്ക് പറ്റണില്ലല്ലോ മനസ്സിലായോ? മനസ്സിലായി. അപ്പഴത്തേക്ക് ബാക്കി എല്ലാരും പിറകെ അപ്പൊ ഞാനും കൂടെ ഇതാണ് ആക്ച്വലി സംഭവം. അതിന് വളച്ചൊടിച്ച് വേറെ ഇതാക്കില്ല. അല്ല അങ്ങനെ പിന്നെ ഇപ്പൊ എനിക്കിപ്പോ പറഞ്ഞാൽ ഒരുപാട് ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. മനസ്സിലായി. നമുക്ക് ജോലി, കാരണം സോഷ്യൽ മീഡിയ അപ്പോഴും നമുക്ക് ഒട്ടും പറ്റത്തില്ല. ഓക്കെ. കാരണം നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഈ ജോലിയായിട്ട് നിൽക്കുന്നവർ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യരുത് എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ അന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ രീതിയിൽ അന്ന് പിന്നെ ഈ പറഞ്ഞ കോവിഡും കൂടെ ആയതുകൊണ്ട് അത്രത്തോളം ആൾക്കാർക്ക് എന്തെല്ലാം എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമോ അതാണല്ലേ ചിന്തിക്കണം ആ സമയത്ത്. അതുകൊണ്ട് നമുക്ക് വലിയൊരു പ്രശ്നം വന്നില്ല. ഞാനും കുറച്ചുകൂടെയൊക്കെ ഇവരുടെ അടുത്ത് ഇൻവോൾവ് ആയി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരുവിധം നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഡെയിലി ചെയ്ത് വന്ന സമയത്താണ് ഇത് ബാനാവുന്നത്. നമ്മുടെ ടിക്ടോക്ക് ബാനായി. ടിക്ടോക്ക് ബാൻ, അത്യാവശ്യം നല്ല ഫോളോവേഴ്സും ചുമ്മാ കേട്ടോ, അത് ചുമ്മാ ഡയലോഗ് അടിച്ചതാണ്. അങ്ങനെ ഇത് ബാനായി. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പം റീൽസ്, ആ സമയത്താണ് നമ്മുടെ ഈ റീൽസ് സ്റ്റാർട്ട് ആകുന്നത്. ഇൻസ്റ്റയിലും അല്ലെ റീൽസ് അത് സ്റ്റാർട്ട് ആകുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാ ചെയ്യാം. അതുപോലെ തന്നെ ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ ബേസ്ഡ് കുറച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വന്നു. അതായത് ജോഷ്, മോജ്, ഇത് ഇന്ത്യൻ ബേസ്ഡ് സംഭവങ്ങൾ വന്നു. അപ്പൊ ഞങ്ങൾ ഈ ജോഷ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയ ആ സമയം, അത് നമ്മുടെ ബാംഗ്ലൂർ ബേസ്ഡ് ആണ് സംഭവം. അതിന്റെ സംഭവങ്ങൾ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അപ്പൊ ഞങ്ങൾ ഈ ഫസ്റ്റിൽ തന്നെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തു. വന്ന സമയത്ത് തന്നെ ഡൗൺലോഡ് ചെയ്തു. ഞങ്ങൾ അതിൽ ഈ ടിക്ടോക്ക് മാതിരിയാണത്, സെയിം ഒരു സംഭവമാണത്. ഞങ്ങൾ അതിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ നമ്മൾ ഈ ഫസ്റ്റിൽ വന്നത് കണ്ടായിരിക്കാം ഇവർ ഇതിന്റെ ഹെഡിൽ നിന്ന് അവരുടെ ആ ഒരു ഓഫീസ് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്തു. അവർ കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമോ, നിങ്ങൾക്കൊരു ഒരു കരാർ പോലെ ഇപ്പോൾ ഒരു ഇത്ര മാസത്തേക്ക് ഞങ്ങൾ അങ്ങനെ ഒരു ഇത് തരാം, നിങ്ങൾക്ക് ഒരു ഫണ്ട് തരാം, നിങ്ങൾ ആ അത്രയും ദിവസം ഞങ്ങൾക്ക് ചെയ്യാവോ എന്ന് ചോദിച്ചു. എന്താ ചെയ്യാമല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു 3 മാസം 2 മാസം ഇങ്ങനെ ഒരു ഇത് തരാം, ഒരു കോൺട്രാക്ട് ബേസിൽ അവർ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങി. നമുക്ക് വരുമാനവും തരാൻ തുടങ്ങി. വരുമാനത്തോടൊപ്പം ഈ പറഞ്ഞ പോലെ ക്യാമറ സ്റ്റാൻഡ്, നമുക്ക് അതിനുള്ള ലൈറ്റ് സെറ്റപ്പ്, ഫോണ്, ഇങ്ങനെയുള്ള ചലഞ്ച് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഐഫോൺ തന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയി. കൊള്ളാലോ സംഭവം, ഇതിനകത്ത് വരുമാനവും കിട്ടുമല്ലോ സാധനം. അപ്പൊ അന്ന് വരെ നമ്മളിതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുത്തോണ്ടിരുന്നതാണ്, സമയം പോകാൻ വേണ്ടി മാത്രമല്ലേ. പക്ഷെ ഈ ഒരു സംഭവം വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിനകത്തുനിന്ന് നമുക്ക് അത്യാവശ്യം വരുമാനവും കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അപ്പോഴും ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഈ ജോബിൽ നിൽക്കുന്നതുകൊണ്ട്. അപ്പം നമ്മൾ നമുക്ക് ആ ജോഷുകാരുടെ മാത്രം ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ചെയ്യുന്നത് തന്നെ നമ്മുടെ ബാക്കി ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതൊന്ന് ഈ ഇൻസ്റ്റയും ഈ സംഭവം അപ്പോഴും ഞങ്ങളുടെ ഒരു സീരിയസ് മാറ്റർ അല്ല. അപ്പോഴും നമ്മൾ ചെയ്യുന്നത് ജോഷാണ്. ആ ഒരു സംഭവമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ അതങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ പോലെ ഈ ചലഞ്ചുകളും ഈ വരുമാനമൊക്കെ കുറച്ചങ്ങ് കിട്ടി തുടങ്ങി. അപ്പം ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് 2021 ഞാൻ VRS എടുത്തു, പെൻഷനായി. VRS എടുത്തു, ഞാൻ വളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ചിങ്ങ് നമ്മുടെ നാട്ടിലോട്ട് വന്നു. ഇവിടെ സെറ്റിലായി. അങ്ങനെ ഞങ്ങൾ സെറ്റിലായി ഇവിടെ വന്നു. അപ്പോഴും ഈ ജോഷ് തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ സമയമാണെന്ന് തോന്നുന്നു. ഡിസംബർ 2021 ഡിസംബർ സെപ്റ്റംബറിലാണ് ഞങ്ങൾ VRS എടുത്ത് ഞങ്ങൾ പോരുന്നത്. ഒരു ഡിസംബർ ഒരു ക്രിസ്മസ് സമയം, ഏകദേശം ഈ ഒരു സമയത്ത് എനിക്ക് മെയിൽ വന്നു, ഫേസ്ബുക്കിൽ നിന്ന് മെയിൽ വന്നു, നിങ്ങളുടെ ചാനൽ ഇങ്ങനെ മോണിറ്റൈസ് ആയിട്ടുണ്ട്, അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കണം എന്നുള്ളൊരു ഇത് വന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു സൈഡിലോട്ട് ശ്രദ്ധിക്കുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള. അങ്ങനെ പിന്നെ ഞാൻ ശരി എന്നാൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തു. അപ്പോൾ കുറേ പൈസയ്ക്ക് ഇതിനകത്ത് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. അപ്പോഴും നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല, ഇത് കിട്ടൂല എന്നുള്ളത്, എന്താണെന്നുള്ളത് ഒരു ഗ്യാരണ്ടി ഇല്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു 2021 ഡിസംബർ 24-ാം തീയതി, ഡേറ്റ് വരെ ഇപ്പോഴും ഓർമ്മയുണ്ട്. 24 പിറ്റേന്ന് ക്രിസ്മസ് 24 ഞങ്ങൾ നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയി ക്രിസ്മസ് ട്രീയും മറ്റേ ലൈറ്റും കാര്യങ്ങളും വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇവരെപ്പോഴും എല്ലാം അങ്ങോട്ട് വലിച്ച് അറിയാമല്ലോ. കാരണം ഞാൻ പെൻഷൻ വന്ന സമയമുണ്ട്. അപ്പൊ ക്യാഷ് ഒന്നും വന്ന് നമുക്ക് പെൻഷൻ പോലും വന്നു തുടങ്ങിയിട്ടില്ല, പൈസയൊന്നും ഇല്ല കയ്യില്. ഞാൻ പറയും പൈസ പെൻഷൻ ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല.
നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സാധനം വേണോ എടുത്ത്. അപ്പൊ ഞാൻ എന്നുള്ള ഒരു ചിന്ത വന്നില്ല. പെട്ടെന്ന് ഇവരെടുത്ത് ചേച്ചി മനസ്സിലായില്ല ഇപ്പൊ ഈ ഇൻകം വരുന്നുണ്ട് ഇങ്ങനെ സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോഴേ അത് ഓർമ്മയില്ലല്ലോ, അത് ഓർമ്മിച്ചല്ലോ. നമ്മൾ അത് കൊടുത്തു, അത് വിട്ടു, ഓക്കെ ആ വിഷയം അവിടെ കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഇവരിങ്ങനെ സാധനം പിടിച്ചെടുക്കുക. ഞാൻ ഈശ്വര പേഴ്സ് കൊടുത്ത് നോക്കുന്നില്ല, അപ്പോഴും കയ്യിലാണെങ്കിൽ കുറച്ച് പൈസയേ ഉള്ളൂ, പെൻഷനും വന്നു തുടങ്ങിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് പൈസ ക്രെഡിറ്റ് ആവുന്ന. സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് വരുമാനം ക്രെഡിറ്റ് ആയി. ഞാനിങ്ങനെ എടുത്തു പടാ ചേടാ ഇത് ഒത്തിരി പൈസക്ക് ഇത് എവിടുന്ന് വന്നത്. ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എവിടുന്നാ വന്നേന്ന്. മനസ്സിലായില്ല, അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് എവിടുന്നാ ഈ സംഭവം വന്നേ. അപ്പൊ ഞാൻ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ വന്നു. അപ്പൊ ഞാൻ എന്തായിരുന്നാലും വന്നില്ല. അപ്പൊ ഞാൻ നിങ്ങൾ ആവശ്യമുള്ള സാധനം മേടിച്ചത്. അപ്പൊ ഇവർ അന്തം വിട്ട് ലോട്ടറി വല്ല അടിച്ചാ. ഞാൻ പറയും നിങ്ങൾ എടുക്കുക കാര്യമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു. എന്റെ വേറെ ക്വസ്റ്റ്യൻ ആയിരുന്നു, സോഷ്യൽ മീഡിയയിൽ കിട്ടിയ ആദ്യത്തെ വരുമാനം എന്ത് ചെയ്തു എന്ന്. അത് ഇത് തന്നെയായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ പറയില്ലേ, അപ്പൊ ആദ്യമായിട്ട് ആ വരുമാനം കിട്ടിയപ്പോൾ നമ്മൾ ക്രിസ്മസ് എന്ന് നമുക്ക് സ്പെഷ്യലാണ്. കാരണം ഈ ഒരു സാധനം നമ്മുടെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഡിസംബർ 24 2021 ഡിസംബർ 24 എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നമ്മുടെ ഫസ്റ്റ് വരുമാനം ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുക പിറ്റേന്ന് ക്രിസ്മസ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിപ്പോ വന്നപ്പോ ശ്രദ്ധിച്ചു കാണും, നമ്മുടെ വീടിന്റെ ഫ്രണ്ടും എല്ലാം ക്രിസ്മസിന്റെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ചെയ്യണം. അത് നമ്മുടെ ലൈഫിന്റെ ഒരു ചേഞ്ചിങ് സമയമാണത്. അതുകൊണ്ട് നമുക്ക് ക്രിസ്മസ് എന്ന് നമുക്ക് സ്പെഷ്യലാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ആ ഒരു വരുമാനം കിട്ടിയപ്പം സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ക്രിസ്മസിനുള്ള കേക്ക്, വീട് അലങ്കരിക്കാനുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ തന്നെയാണ് കൂടുതൽ നമ്മൾ അതിനകത്ത് നമ്മൾ മേടിച്ചത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പൈസ നമ്മൾ കൂടുതൽ നമ്മൾ ചിലവാക്കിയത്. ചേച്ചി നമ്മൾ കുറെ കപ്പിൾസ് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ മറ്റുള്ള വീഡിയോസിനെക്കാളും വ്യത്യസ്തമായിട്ട് നമ്മൾ കൊടുക്കണം. സോ സെൽഫായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു സെൽഫ് കോൺഫിഡൻസ്, ഞങ്ങൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നത് എന്താണ്, സ്ക്രിപ്റ്റ് ആയിരിക്കും, എന്താണ് വ്യത്യസ്ത കൊണ്ടുവരാൻ? അതായത് നമ്മൾ ചിന്തിച്ചപ്പോഴ് ഞങ്ങൾ തുടക്ക സമയത്തൊക്കെ ലിപ്സിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് കൂടുതൽ. നമ്മൾ ഒരു സംഭവം എടുത്തിട്ട് ശബ്ദം എടുത്തിട്ട് ഞങ്ങൾ ചെയ്തു. ഞങ്ങളുടെ ഒരു വീഡിയോ വൈറലായതും അങ്ങനത്തെ ഒരു വീഡിയോയാണ്. ഞങ്ങളൊരു ലിപ്സിംഗ് ചെയ്തിട്ട് അത് ഇപ്പോഴും അതെ ഞാൻ കുഴിയിലോട്ട് പോകുന്ന എന്നെ പിടിച്ച് നമ്മൾ വഴക്ക് കൂടിയിട്ട് എന്നെ കുഴിയിലോട്ട് പിടിച്ച ഒരു ലിപ്സിംഗ് പരിപാടിയാണ്. അത് നല്ല റീച്ച് ആയിരുന്നു. തള്ളിയത് ആക്ച്വലി അങ്ങനെ സംഭവിച്ചു. ഞാൻ പെട്ടെന്ന് വീഴാൻ പോയപ്പോ ഞാൻ അടുത്തുള്ള ഒരു മരത്തിൽ കയറി പിടിച്ചു. ആ വീഴ്ചയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സത്യം അത് ശരിക്കും നാച്ചുറൽ ആണോ? അത് ശരിക്കും നാച്ചുറലായിട്ട് സംഭവിച്ചു. പൊട്ടി ചെരുപ്പ് വേറെ പൊട്ടിപ്പോയി, സ്ലിപ്പായി സംഭവം. പക്ഷെ അത് ക്ലിക്കായി നല്ല റീച്ച് കിട്ടി അതിന്. ഞങ്ങളുടെ എല്ലാ ക്രൈറ്റീരിയയും യൂട്യൂബിലൊക്കെ ക്രൈറ്റീരിയ ഉണ്ടല്ലോ, ആ ക്രൈറ്റീരിയ വാച്ച് അവറും നമ്മുടെ സംഭവങ്ങളെല്ലാം ആ ഒരൊറ്റ വീഡിയോ കൊണ്ടാണ്. അപ്പൊ ആ ഒരൊറ്റ വീഡിയോട് ഞങ്ങളുടെ ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാനുള്ള സംഭവങ്ങളെല്ലാം ആ ഒരൊറ്റ വീഡിയോ ഉണ്ടായി. ഒരു എനിക്ക് തോന്നുന്നു 25-26 സെക്കൻഡേ ഉള്ളൂ. എനിക്ക് ഒരു 100 മില്യൺ അടുപ്പിച്ച് അത് പോയത്. 100 മില്യൺ അടുപ്പിച്ച പോയി ആ ഒരു വീഡിയോ. ഇപ്പോഴും അത് ഓടുക, ഇപ്പോഴും അത് ഞങ്ങൾക്ക് ആ ഒരു ചെറിയ വരുമാനം ഇപ്പോഴും കിട്ടുന്നുണ്ട് ആ ഒരു വീഡിയോക്ക്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഈ ലിപ്സിംഗ് ആണ് ചെയ്തോണ്ടിരുന്നത്. മതിലല്ല, അത് കല്ല് കെട്ടില്ലേ, നമ്മൾ ഈ കല്ല് കെട്ടെന്ന് പറയും പോലെ പുരയിടമില്ലേ, നമ്മളെ ഈ പുരയിടത്തില് നമ്മളെ കൃഷിയിടത്തില് മറ്റേ ഈ മണ്ണിടിക്കാതിരിക്കാൻ വേണ്ടി കല്ല് കെട്ടുമല്ലോ നമ്മളെ സൈഡില്, അങ്ങനത്തെ കല്ല് കെട്ടാത്, മതിലല്ല. പക്ഷെ അടിയിൽ താഴെ വലിയ കുഴിയൊന്നുമില്ല. പക്ഷെ നമ്മൾ ക്യാമറയ്ക്ക് തോന്നുന്നു ഭയങ്കര കുഴിയായിട്ട് പിടിച്ച് തള്ളി അതാണ് എന്റെ ചെരുപ്പ് വേറൊരു സ്ഥലത്ത് ഞാൻ വീഴാൻ പോയി. അങ്ങനെ ഞങ്ങൾ ലിപ്സിംഗ് ആണ് ചെയ്തു തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് തന്നെ ആൾക്കാർ നമ്മുടെ ഇഷ്ടപ്പെടുന്നവർ വന്നിട്ട് കമന്റ് ചെയ്യാൻ തുടങ്ങി. ചേട്ടാ ചേച്ചി നിങ്ങളെ വീഡിയോസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ സംസാരം എന്താണ്, നിങ്ങൾ എന്തിനാണ്, നിങ്ങളാണ് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹം, നിങ്ങൾ എന്താണെന്ന് അറിയണം, നിങ്ങളെ ശബ്ദം എന്താണെന്ന് അറിയണം, നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്. അങ്ങനെ കമന്റുകളിലേക്ക് ഒരുപാട് വരാൻ തുടങ്ങി. അപ്പൊ നമ്മൾ വിചാരിച്ചു ശരി എന്നാ ഓൺ വോയിസ് ഒന്ന് ചെയ്ത് തുടങ്ങാമോ എന്ന് ഞങ്ങൾ ചിന്തിച്ച് അങ്ങനെ ഞങ്ങൾ ചെറിയ ചെറിയ സംഭവങ്ങൾ ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡുള്ള സാധനങ്ങൾ ഓൺ വോയിസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പക്ഷെ നമുക്ക് കൂടുതൽ സന്തോഷം എന്താ, വയസ്സായ അമ്മമാരും
അപ്പൂപ്പന്മാര് എല്ലാരും കാണും ഈ വീഡിയോ, നമ്മളെ വീഡിയോ. അത് ഭയങ്കര പുറത്തിറങ്ങുമ്പോ എല്ലാരും പറയും ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭയങ്കര സന്തോഷമാണ്. വയസ്സായ ഇപ്പം ഒരു സാധാരണക്കാരൻ, നമ്മളെല്ലാവരും സാധാരണക്കാരൻ. ഇപ്പൊ ഞങ്ങളുടെ വീഡിയോയിൽ ഒരു സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര ഹൈഫൈയും അല്ല, എന്നാൽ ഒരു സാധാരണക്കാരന്റെ ജീവിതം. ചില കോമഡീസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇമാജിൻ ചെയ്തിട്ട് ഞാൻ ചിരിക്കാറുണ്ട്. സത്യം, ടു ബി ഹോണസ്റ്റ് പറയുകയാണെ, അത് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഓയില് കണ്ണ് ഭാര്യ എന്തോ സംതിങ് ഉണ്ടല്ലോ, മറ്റേത് ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കും. ഏതല്ലോ പാമ്പോയാണ് അല്ല മണ്ണെണ്ണ അടിപൊളിയായിട്ട്. പിന്നെ വേറെ സാധനം കുറിക്ക് കുറിയില്ലേ, കുറി അറിയില്ലേ, കണ്ണൻ. ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും ചേച്ചിയാണോ ചെയ്യുന്നത്? എങ്ങനെയാ ആ കോൺസെപ്റ്റ് ഇവിടെ എടുക്കുന്നത്? ആ കോമഡി നമുക്ക് മനസ്സിൽ വരുമല്ലേ, ഇത് അത് ആക്ച്വലി ആ ഒരു കണ്ടന്റിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഞങ്ങൾ ഒരാളോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവര് പറഞ്ഞതാണ്, ഞങ്ങൾ ചോദിച്ചു മോളെ പേരെന്താ അല്ലെങ്കിൽ മോന്റെ പേരെന്താ? കണ്ണൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ നിങ്ങൾ ആ പേരിട്ടത്? കൊച്ചില് നല്ല വലിയ കണ്ണുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ കണ്ണനായി. നമുക്ക് പിന്നീട് ഐഡിയ അങ്ങോട്ട് കിട്ടി. അപ്പൊ ഈ കാല് ചേച്ചിന്ന് ഉള്ളിൽ എടുത്താണ്. അപ്പൊ ഞാൻ അപ്പൊ നല്ല കാല് ഉണ്ടാവാത്തത് നന്നായിരുന്നു. അത് അടിപൊളിയായിരുന്നു. എന്താണ് പേരെന്നറിയാലോ, ഓട്ടോമാറ്റിക് മനസ്സിൽ വരും. ചിലത് കത്തില്ലായിരിക്കാം, ആലോചിക്കുമ്പോ കമന്റ് നോക്കുമ്പോ ചിലപ്പോ കത്തും. ഓക്കെ, ഇപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കോമഡിയാ. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അടിപൊളിയായത് അല്ലെങ്കിൽ വൈറലായ വീഡിയോ ഏതായിരിക്കും? ആ ചേട്ടൻ പറഞ്ഞ ഡയലോഗ് മറ്റേത്, അത് ഓടുന്നത് കാര്യമില്ല, എന്തെങ്കിലും ചെയ്യണേ, എനിക്കലുണ്ട്. എന്തെങ്കിലും കുറച്ച് വെറൈറ്റി സംഭവം എന്ന് പറയുന്നത്, കുറച്ച് ആൾക്കാര് നമ്മള് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ഇവര് പറയും. അപ്പൊ ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു ഇംപ്രസ് ആണ്. എന്ന് വെച്ചാൽ അവര് പറയാനായിട്ട് മടിക്കുന്ന കാര്യങ്ങൾ ഇവര് അങ്ങോട്ട് പറയും. അപ്പോഴത്തേക്കും ആ കണ്ടന്റ് കുറച്ചുകൂടെ ഇതാവും. അല്ല, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്കും സരള തന്നെ, പിന്നെ എല്ലാം എനിക്കിഷ്ടമാണ്. ഇവരെല്ലാ കണ്ടന്റും എല്ലാം ഇഷ്ടമാണ്. കൂടുതൽ ടേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഏത് വീഡിയോ ആയിരിക്കും കൂടുതൽ പോയത്? ചേച്ചി പറയാം എല്ലാ വീട്ടിലേക്ക് പോവാറുണ്ട്. അങ്ങനെയല്ല, ചില സമയത്ത് നമ്മള് വീഡിയോ എടുക്കുമ്പോൾ ചില വീഡിയോസ് ഒക്കെ 5 മിനിറ്റ് കൊണ്ടൊക്കെ ഒറ്റ ടേക്കിൽ തന്നെ സംഭവം കഴിയും. ചില സമയത്ത് ചില വാക്കുകൾ പറയാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടികളാണ്, വഴക്കൂടും. ചില വാക്കുകൾ പറയുമ്പോ ക്ഷമ വേണം, ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. വെയിലൊക്കെ കൊണ്ട് നല്ല ഇതിലായിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് അച്ഛൻ ഒരു ഡയറക്ടർ ആവും. അപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി അതങ്ങ് പോകും. എന്നെ പഠിക്കാൻ പറ്റും. അല്ല, വീഡിയോയിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, റിയൽ ലൈഫിൽ പഠിക്കാൻ പറ്റില്ല. ഒന്ന് ക്ഷമിച്ചേക്ക്. അങ്ങനെ പറ്റൂല, കാര്യം മനസ്സിലായി. പഠിക്കാൻ വരപ്പോഴേ ശരിക്കും പേടിയുണ്ടോ ചേച്ചിനെ? പേടിയുണ്ടോ? പേടിയില്ല, പേടി ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് നല്ലൊരു കോംബോ ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഒരു എന്റെ ഒരു നല്ലൊരു കോംബോ ആണെന്ന് കാണുന്നവരാണ് പറയേണ്ടത്. അതെ, അല്ല അത് ഓക്കെയാണ്. പക്ഷെ എന്നാലും ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് സംസാരിക്കും. ഇപ്പൊ ഞാൻ ഇപ്പം നിങ്ങൾ സംസാരിക്കും, നമ്മൾ രണ്ടും സംസാരിക്കുന്നു. ഇപ്പൊ എനിക്ക് ഒരു കോൺഫിഡൻസ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു ഇത് വേണം. ഞാൻ അങ്ങോട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ സിങ്ക് ആവും എന്നുള്ള ഒരു സംഭവം എന്റെ മൈൻഡിൽ വേണം. ഇല്ലെങ്കിൽ ഒരിക്കലും ഇത് ശരിയാവില്ല. ഇപ്പൊ ഞങ്ങളൊരു കണ്ടന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ എനിക്ക് ആ പുള്ളിയോട് പറയുമ്പം അവളത് പിടിക്കും, അത് സിങ്ക് ആകുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ടൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ നമുക്കൊരു കണ്ടന്റ് സെറ്റ്, ഒരു കെമിസ്ട്രി വേണം നമുക്ക്. അതപ്പം ഞങ്ങൾ തമ്മിൽ അത്യാവശ്യം ആ ഒരു കെമിസ്ട്രി ഞങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ. പിന്നെ ഈ പറഞ്ഞ അത് ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ പോയിന്റ് ആണ്, മനസ്സുള്ളിന്റെ ഉള്ളിൽ ഒരു കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലാണ്. ഇല്ലെങ്കിൽ ഫുൾ ടൈം ക്യാമറ ഓഫ് ചെയ്ത് പറഞ്ഞ ദേഷ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക്ഔട്ട് ആവില്ല, അല്ലെങ്കിൽ അഭിനയം പോലെ തോന്നും, നാച്ചുറൽ തോന്നില്ല. അതെ, അത് മാത്രല്ല ഞങ്ങള് കണ്ടന്റ് എല്ലാം ഞങ്ങൾ എടുത്തിട്ടും ഇപ്പൊ ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാലും ഞങ്ങൾ ഇരുന്ന് ഞങ്ങൾ രണ്ടും കൂടെ സംസാരിക്കുന്നത്, നമുക്കത് എങ്ങനെ ചെയ്യാം, കൗണ്ടർ ഏത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഏത് രീതി ചെയ്യാം, ഞങ്ങളിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഞങ്ങൾ ചുമ്മാ ഡയലോഗുകൾ പറഞ്ഞു നോക്കും. പിന്നെ ബാക്കിയെല്ലാം ടേക്കിന് പോകുമ്പോൾ വരുന്നതാണ്. പിന്നെ നമ്മളൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. ഓക്കെ, ഇപ്പോ റിയൽ ലൈഫില് ഇപ്പോ വീഡിയോസിൽ ചേച്ചിയാണ് ഭയങ്കര ചേട്ടനെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്നുണ്ട്. നമുക്ക് കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാറുണ്ട്, സത്യം എന്തുവാ ഇത്,
എന്തിനാ ഇതിലെന്താ ഇപ്പൊ നിനക്ക് സഹിക്കുന്നേ തോന്നിയില്ലേ? സത്യം എന്തിനാ സഹിക്കുന്നേ അറിഞ്ഞൂടെ എനിക്ക് തോന്നുന്നത് ആക്ടിങ്ങിന്റെ ആ ഒരു എന്ത് ചെയ്യാൻ പറ്റും? അതാണ് കണ്ട ഇപ്പൊ പുള്ളിക്ക് മനസ്സിലായി തുടങ്ങി. തള്ളരുത് പ്ലീസ്. ഞാനൊന്നും ചെയ്യില്ല. അപ്പൊ ഞാൻ വിചാരിച്ച അറിയാ എങ്ങനെ സഹിക്കുന്നേന്ന് ഇട്ടെറിഞ്ഞ് പൊക്കൂടെ എന്നൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ ചില വീഡിയോസ് അല്ല അല്ല അതായത് ഇട്ടെറിയിപ്പിക്കുമല്ലോ ഇപ്പൊ എല്ലാ വീഡിയോസിലും. സോ ഇട്ടെറിഞ്ഞിട്ട് അത് അങ്ങനെ പറയരുതായിരുന്നല്ലേ, അങ്ങനെ 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 പറയരുത്. ഇന്റർവ്യൂവിന് വന്നതല്ലേ, അല്ല അതല്ല ഇട്ടറി അങ്ങനെ ഇങ്ങനെയൊന്നും പറയരുത്. ഇട്ടറി കുടുംബം മീൻസ് ഒരു നമ്മള് കലഹം ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. അല്ല വേറെ കാര്യം അവൻ പറഞ്ഞതിന് കാര്യമുണ്ട്. ഒരു ക്ലാസ് അല്ലേ നമ്മളെടുത്ത് ഇങ്ങനെ ഒരു ക്ലാസ് എടുത്ത് ഇങ്ങനെ തറയിലിട്ട് പൊട്ടിക്കാൻ നല്ല എളുപ്പമാണ്, പക്ഷെ അതിനെ യോജിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മോനാദ്യം അത് മനസ്സിലാക്കണം കേട്ടോ. മനസ്സിലായി, പക്ഷെ ഞാൻ പറയുന്ന നിങ്ങളെ പ്രായം അത് തന്നെയാണ്. പക്ഷെ അല്ല അവൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല അവൻ പറഞ്ഞത്. എന്ത് ഉദ്ദേശിച്ചാലും അങ്ങനെ പറയാൻ പാടില്ല. അവൻ പാലക്കാട് നിന്നൊക്കെ അത് വന്നില്ല, പറഞ്ഞത് ശരിയായില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളും കൂട്ടിയിരിക്കുകയാണോ? ഇല്ല അവൻ അങ്ങനെ പറഞ്ഞത് എന്റെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഞാൻ ആവശ്യമില്ല. അവനെ ഇവിടെ വന്നു നല്ല രീതിയിൽ സ്വീകരിച്ചു, പക്ഷെ അവൻ ഒരാളടുത്ത് സംസാരിക്കുമ്പോൾ ആ രീതിയിൽ അവൻ സംസാരിക്കണമായിരുന്നു. ശരി, എന്നാൽ പിന്നെ നമുക്ക് അവിടെ ചിലപ്പം നമ്മളെ ആ ഒരു ലാംഗ്വേജ് ആയിട്ട് ചിലപ്പോ അവനൊരു ഇത് വന്നതായിരിക്കും. അല്ല ഞാൻ നോർമലി ഒരു ഇട്ടറിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ആ ലെവലിൽ പോയതാണ്. കോമഡി എന്ന് അങ്ങനെ ഒരിക്കലും പറയൂല, അതിന് മനസ്സിലാക്ക്. അല്ല മനസ്സിലാവുന്നുണ്ട് ശരിക്കും എന്താണ് ചേച്ചി എന്ന് കേട്ടോ. പറഞ്ഞത് മര്യാദക്ക് നിനക്ക് ക്വസ്റ്റ്യൻ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ നിർത്തും. കേട്ടല്ലോ പറഞ്ഞത്. എന്ത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അല്ല എനിക്ക് ഫസ്റ്റ് ടൈം ആണ് എന്റെ ലൈഫിൽ ഇങ്ങനെ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? എന്നാലും എങ്ങനെ ഒന്നും ചോദിച്ചില്ലല്ലോ ഞാൻ. ഇട്ടറിഞ്ഞ് പറഞ്ഞ ആ ഒരു മീനിങ് എങ്ങനെ എടുക്കുന്ന രീതി പ്രായം നോക്കണ്ടേ നിനക്ക്? അതെ ഓക്കെ, ഐ എം റിയലി സോറി. ഇപ്പൊ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. എന്താ നീ മേടിച്ചില്ലേ ചെറുതായിട്ട് ഇപ്പോഴും ആകെ എങ്ങനെ ഇരിക്കുന്നുണ്ട്? നീ പേടിക്കണ്ട കേട്ടാ, ഇത് സംഭവം ചെറിയൊരു ഫ്രാങ്ക് ആയിരുന്നു. ഒരു നിമിഷം വല്ലാണ്ടായി പോയി. ഇത് സംഭവം നിനക്ക് തന്ന ചെറിയൊരു പണിയാണ്. നമ്മളെ ക്യാമറമാനും ഡയറക്ടറും എല്ലാം കൂടെ നിനക്ക് തന്നൊരു പണിയാണ് എന്ന് പേടിക്കണ്ട. ഞാൻ എൻട്രി വരുന്ന സമയത്ത് തന്നെ ഒരു സാധനം തന്നു, അപ്പോഴെന്നെ പോയി ചേച്ചി നല്ലല്ലോ മനസ്സിനുള്ളിൽ ഉണ്ട് എനിക്ക് ആ സാധനം, ചെറിയൊരു സാധനം. പക്ഷെ അഭിനയിക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, ഭയങ്കര വിറയ്ക്കും. പക്ഷെ ഇത് നമ്മൾ പ്ലാൻഡ് ആയിരുന്നേ, ഇപ്പൊ തന്ന സാധനം തന്ന പണിയാണ്. ഓക്കെ, നമ്മൾ വീട്ടിലൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ കൺട്രോളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡയറക്ടറാവും, നമ്മുടെ ഡയറക്ടർ പ്രൊഡ്യൂസർ ഒക്കെ. പക്ഷെ നമ്മുടെ റിയാലിറ്റി ഷോ ഉണ്ട്, പോയിട്ടില്ലേ? അവിടെ പോണ സമയത്ത് അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ ആ ഒരു എക്സ്പീരിയൻസ് നോർമലി പേടിണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. സോ ആ ഒരു സാധനം എങ്ങനെ മാനേജ് ചെയ്യും? അത് ആക്ച്വലി പറയുകയാണെങ്കിൽ അല്ല ആദ്യം ആ കോള് വന്നപ്പോ ഉണ്ടാവുന്ന എക്സൈറ്റഡ് അപ്പൊ നമുക്ക് ഒരു ചാനലിൽ നിന്ന് നമ്മുടെ ചേച്ചി പറയട്ടെ, ചേച്ചി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക, ഗ്യാപ്പ് വരണ്ടല്ലേ? ഞാൻ വേണ്ടിയാ നീ പേടിക്കും, പിന്നെ ഞാൻ പറഞ്ഞു ചേച്ചി പറ. അപ്പോഴൊരു കോൾ വന്നപ്പോ എന്താ പറയാ, ഒരു സന്തോഷം, ഭയങ്കര എന്ത് ചെയ്യണോന്ന് അത് ചെയ്യണോന്ന് ഒന്നും പറഞ്ഞൂടെ അല്ലേ, ആ ഒരു ഇതായിരുന്നു. ഫസ്റ്റ് കോൾ വന്നപ്പോ പിന്നെ എല്ലാവരുടെയും പറഞ്ഞു, നമുക്ക് അങ്ങനെയാണല്ലോ ഒരു സാധനം കിട്ടി എല്ലാവരുടെയും പറയട്ടെ, അതിനെല്ലാം സമാധാനം വരും ന്യൂസ് പോലെ. അങ്ങനെ എല്ലാവരുടെയും പറഞ്ഞു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ മാത്രം സങ്കടവും കരച്ചിൽ എന്ത് ചെയ്യണമെന്നല്ല അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ ഒരു കോൾ വന്നു. അപ്പം ഞങ്ങള് എന്ത് ചെയ്യണമെന്നുള്ള ഇതില്ലായിരുന്നു നമുക്ക്. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. വീട്ടിലേക്ക് തന്നെയാണോ നോർമൽ? വീട്ടിൽ നമ്മളവിടെ സംസാരിക്കൂല, ഇതുപോലെ ആരെങ്കിലും ഗസ്റ്റ് ആണല്ലേ, ഭയങ്കര ടോക്റ്റീവ് ആണ്. അങ്ങനെ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ പോവാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിങ് ഒക്കെ നടത്തി. അതും അന്ന് തന്നെയല്ലേ ക്രിസ്മസിന്, ഡിസംബർ മാസം. അത് ഡിസംബറിലായിരുന്നു. സംഭവിക്കാൻ പോകുന്നുണ്ട്, നടക്കട്ടെ. ഓരോ ക്രിസ്മസിലും എന്തെങ്കിലും സംഭവിക്കും നമ്മുടെ ലൈഫിൽ ആണല്ലേ. അവിടെ ചെന്ന് ഓഡീഷനിൽ ചെന്ന് കേറി, അതല്ലേ രസം. കുറെ വെള്ളം കുടിച്ചു, ഞാൻ തന്നെ കുടിച്ചത്, ഒത്തിരി വെള്ളം കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോ ചേട്ടനും അതുപോലെ തന്നെ ഒരു വിറയില്. അപ്പൊ മേഡം പറഞ്ഞു, പ്രൊഡ്യൂസർ പറഞ്ഞു, അതിന് മനസ്സിലായി അവർക്ക് ടെൻഷൻ കയറിയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്.
പിന്നെ അങ്ങ് മാറ്റി പിന്നെ നമ്മള് സെറ്റായി. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം മുമ്പ് പോയില്ലേ, 10 ദിവസം 5 ദിവസമൊക്കെ എത്ര ദിവസം ഉണ്ടായിരുന്നു അവിടെ? 5 ദിവസം 6 ഞങ്ങള് പോയിട്ട് അത് കഴിഞ്ഞ ഒരു 10 ദിവസം ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അവിടെ നിക്കണമായിരുന്നു അല്ലേ, സ്റ്റേ ചെയ്യണമായിരുന്നു 10 ദിവസം. അങ്ങനെയായിരുന്നു. പിന്നെ ഗ്രൂമിങ് ഉണ്ടല്ലോ, ഇതും അത് തമ്മിൽ എൻറ്റയർലി ഡിഫറൻസ്. അതൊക്കെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യണവർക്ക് അതൊരു ലൈഫ് അല്ലേ പറ്റും. പക്ഷെ നമ്മളൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മളൊന്നും തന്നെ അല്ല. സെയിം ആക്ഷനും കട്ടും നടുവിലാണ്, എന്നാൽ പോലും സ്കിറ്റ് ഒരുപോലെ കളിക്കണ്ടേ, കണ്ടിന്യൂസ് ആയിട്ടല്ലേ, എവിടെയും പോവാൻ പാടില്ല. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അത് ലൈഫ്, സ്റ്റേജ് ലൈഫ്. നമ്മൾ ലൈഫിൽ നിന്ന് കളിക്കുക. ഇതല്ല, അത് റിയാലിറ്റി. ഇതെന്ന് പറയുമ്പോ നമുക്ക് കട്ട് പറയാം, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ സ്റ്റേജ് എൻറ്റയർലി ഡിഫറെന്റ്. അത് വേറെ ലെവലാണ്, മനസ്സിലായില്ലേ? ആ സ്റ്റേജിൽ നിന്ന് കളിക്കുന്ന കലാകാരൻ എന്ന് പറഞ്ഞാൽ അവരൊന്നും അയിലൊക്കെ തോന്നി സത്യമായിട്ടുള്ള കാര്യം. അവരൊക്കെ ഭയങ്കര അസാധ്യ കലാകാരന്മാരാ. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു മൊമെന്റിൽ ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ സ്റ്റേജിൽ നിന്ന് കളിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. പക്ഷെ അവർക്ക് നമ്മൾ ചെയ്യണ പോലെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. അതാണല്ലോ നമ്മുടെ ഒരു അവർക്ക് നമ്മൾ എന്നാലും കളിച്ചു 5 അടിച്ചിട്ടുണ്ട്. 5 കിട്ടിയുള്ളൂ സ്റ്റാർട്ടിംഗ്. പക്ഷെ അവര് പോയി 15 അടിച്ച്. പോയിട്ടായിരുന്നു അല്ലേ? അതിന് ശേഷമാണോ പോയത്? അതിന് ശേഷം 2-3 പ്രാവശ്യം പോയി. 2-3 സ്കിറ്റ് കളിച്ചു. നമ്മളൊന്നേ അടിപൊളി. കളിച്ചു. അപ്പോഴേ നമുക്ക് മനസ്സിലായി നമുക്ക് ഇത് മാറ്റി അതിലേക്ക് പോയാലോ. വേണ്ട, ഇത് കളിയില്ല. നമുക്ക് ഇപ്പോഴും ഞാൻ പറയാണ്, സ്റ്റേജ് കലാകാരന്മാര്, സ്റ്റേജിൽ നിന്ന് കളിക്കുന്നവര് ഒരു അസാധ്യ കലാകാരന്മാർ. അവരുടെയൊക്കെ കാല് തൊട്ട് വന്നിക്കണം. നമ്മളൊന്നും ഒന്നുമല്ല. ഓക്കെ, ഇപ്പോ മോൻ എന്ത് ചെയ്യും? മോൻ സ്കൂളിൽ പോയി. ഞാൻ പണ്ട് വീഡിയോസ് കാണുന്ന സമയത്ത് മോന് ഭയങ്കര ഇൻട്രസ്റ്റ് പഠിപ്പിനൊക്കെ. നന്നായി പഠിക്കും മോന്? ചേട്ടനെ പോലെ തമാശക്ക് പറഞ്ഞാ? എന്തോ, ഞാൻ ഡിഗ്രി വരെ പഠിച്ച ആളാണ്. അതില് 10ാം ക്ലാസ്സില് ആ സമയത്ത് ഞങ്ങൾ പഠിക്കുന്ന, അതായത് 93-94 സമയത്ത് ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച് പാസ്സായ ആളാണ് ഞാൻ. മനസ്സിലായ? കേരള സർക്കാരിൽ നിന്ന് എനിക്ക് ഗ്രാന്റ് വരെ കിട്ടിയിട്ടുണ്ട്. ഞാന് ഒരു ചെറിയ കലാകാരനുമായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി 2-3 വർഷം കോളേജിൽ കലാപ്രതിഭയായിരുന്നു. മെയിൻ ആയിട്ട് എന്താ, ആക്ടിംഗ് ആണോ, കോമഡി ആണോ? നാടകം, മിമിക്രി, മിമിക്സ് പരേഡ്, അന്ന് മറ്റേ സ്റ്റേജ് പാട്ടപരിപാടി കളിക്കാൻ പോകും. അറിയാമോ പാലക്കാട്ടുകാർക്ക് എന്താ പറയുന്നത്? അതായത് ഈ എന്തെങ്കിലും പരിപാടി സ്റ്റേജിൽ നടക്കുമ്പോഴേ അതിന്റെ ഒരു ഗ്യാപ്പ് വരുമല്ലോ, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു ഇന്റർവെൽ വരുമല്ലോ. ആ സമയത്ത് മാട്ടപ്പരിപാടി കളിക്കും. 5 പേര് 10 പേര് വന്ന് നിന്നിട്ട് ആ ഗ്രാമപ്രദേശത്തുള്ളവർക്ക് ഒരു അവസരം കൊടുക്കും. ആ സമയത്ത് മിമിക്രിയോ മോണോ ആക്ടോ പാട്ടോ ആണോ. അപ്പൊ ഞങ്ങൾ ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കോളേജിൽ, ഒരു 8 പയ്യന്മാരായിട്ട്. ഇങ്ങനെ മാട്ടപ്പരിപാടി കളിക്കാൻ പോകും. 100 രൂപ 200 രൂപ നമുക്ക് കിട്ടും ഈ ഗ്യാപ്പ് കളിക്കുമ്പോ. അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം കളിക്കാൻ പോയിട്ടുണ്ട്. കലോത്സവത്തിൽ ഫസ്റ്റ് ആയിരുന്നു. ഒരു ബേസിക് ഒരു ഞാൻ ആലോചിച്ചു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ പെർഫെക്ഷൻ ഒക്കെ എങ്ങനെയാണ് വരുമായിരുന്നു, ചെറുപ്പം തൊട്ട് എങ്ങനെ എന്ത് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അടിപൊളി. ആ ലെവലിൽ തന്നെ വന്നല്ലോ അല്ലേ? അതായിരിക്കും ഇവർക്ക് കിട്ടിയത്. മക്കള് രണ്ടുപേരും അതുപോലെ ആണല്ലേ? മോളത്തില് പഠിക്കണേ? ഞാൻ 12th. ഓ, 12th ആയോ? ഇല്ലില്ല. പക്ഷെ മോനെ കണ്ട അവനാണ് മൂത്തതെന്ന്. ആണല്ലേ? നല്ല ഹൈറ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. മോനിപ്പോ ക്ലാസ്സിൽ പോയി. അവന്റെ പഠിത്തം കാര്യങ്ങളൊക്കെ എങ്ങനെ പോയി? ഫുൾ ടൈം ഇന്റർവ്യൂസ് ഒക്കെ അല്ലേ, സോറി ഷൂട്ട് കാണുന്ന സമയത്ത് മക്കളുടെ ശ്രദ്ധ കാര്യങ്ങള് എന്നാലും പാരന്റ്സ് അമ്മ മോളുടെ തമ്മിലുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു. ബെസ്റ്റ് ഫ്രണ്ട് പോലെയാണ് നമുക്ക് അമ്മയായാലും അച്ഛനായാലും. അപ്പൊ അതിന്റെ ഇതുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല ഇതുവരെ. സ്കൂളിൽ പോണ സമയത്ത് എങ്ങനെ പാരന്റ്സിന്റെ ആ ഒരു വീഡിയോസ് കണ്ടിട്ട് വിശേഷം പറയാറുണ്ടോ? പറയാറുണ്ട്. നല്ല സപ്പോർട്ടാണ്, അവര് ഫാൻസ് ആണെന്നൊക്കെ പറഞ്ഞു. ടീച്ചർമാരൊക്കെ എന്താ പറയുന്നത്? നല്ല സപ്പോർട്ടാണ്. അവര് വരപ്പോഴേ ഭയങ്കര ഒരു ഇതാണ്. അവര് പാരന്റ്സ് മീറ്റിംഗ് വഴി അവളെ കാര്യം പറയാനല്ല, നമ്മളെ വീഡിയോ പറ്റി നാണം കെടുത്തരുത്, നന്നായി പഠിച്ച് മാർക്ക് വാങ്ങണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മോളൊരു ചോദ്യം, അമ്മേന്റെ കയ്യിന്ന് ഒരു ക്യാരക്ടർ അല്ല എന്റെ ലൈഫ് ലോങ് വേണമെന്നുണ്ടെങ്കിൽ ഏത് ക്യാരക്ടർ ആയിരിക്കും എടുക്കുക? ഏത് ക്യാരക്ടർ അയ്യോ ഇത് വേണ്ട എന്ന് തോന്നുന്നു? അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ്. ഫ്രണ്ട്ലി ആ ഒരു സംഭവം തന്നെ, ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആണ് ആള്. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇതാണ്, ഭയങ്കര ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ആള് ഭയങ്കരമായിട്ട് കൂളാക്കും.
എപ്പോഴും നമ്മളെ ഇപ്പൊ ഒരാള് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് നമ്മളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഉറപ്പായിട്ടും അത് തെറ്റാണെന്നുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അമ്മ കറക്റ്റ് ആയിട്ട് അതിനെ ജഡ്ജ് ചെയ്യും. അതെനിക്കൊരു ഭയങ്കര ഒരു വലിയൊരു ലക്കായിട്ടാണ് തോന്നുന്നത്. അതിഷ്ടമാണ്. അപ്പൊ ഇയാളുടെ ലൈഫിൽ ആ ഒരു ക്യാരക്ടർ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. അതെ, അത് ലൈഫ് ലോങ് അങ്ങനെ തന്നെ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. ഇഷ്ടമല്ലാത്തത്? ഇഷ്ടമില്ലാത്ത അങ്ങനെ ഇഷ്ടം ദേഷ്യം പറഞ്ഞോ. ദേഷ്യമല്ല, കരച്ചിൽ. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന് അതുപോലെ എനിക്കും അമ്മയ്ക്കും ഉള്ള ഒരു ഇതുണ്ട്, ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും ഒരു ചെറുതായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പിണങ്ങി പോകും. അപ്പൊ ആ ഒരു പിണക്കം എനിക്കിഷ്ടമല്ല. അവര് പിണങ്ങി നിക്കുന്ന ഒരു സെക്കൻഡ് പോലും എനിക്ക് അമ്മയടുത്ത് സംസാരിക്കാതിരിക്കാനുള്ള ഒരു സംഭവം എനിക്കിഷ്ടമല്ല. അപ്പൊ ആ ഒരു പിണക്കം എനിക്കിഷ്ടമില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ചില സമയത്ത് അമ്മ എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല. പിന്നീട് മനസ്സിലാവും അമ്മ എന്നെ ഇങ്ങോട്ടൊന്നും മിണ്ടാറുള്ളത്, ഞാനല്ല അമ്മ എന്നെ ഇങ്ങോട്ട് മിണ്ടും. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് സംഭവം അമ്മയ്ക്ക് നന്നായിട്ടുണ്ട്. അപ്പൊ ഇഷ്ടമില്ലാത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം തന്നെ. അതായത് ചെറിയ കാര്യത്തിന് കുറച്ചങ്ങനെ പിണങ്ങിയിരിക്കും. അത് ഇയാളുടെ ലൈഫിൽ വേണ്ട. ശരി, ഓക്കെ. അച്ഛന്റെ ഇഷ്ടപ്പെട്ടതും എന്താ ചിരിക്കുന്നേ? അച്ഛന്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഡബിൾ ക്യാരക്ടറാണ്. മാറില്ലേ അന്യൻ സിനിമയിലെ? പക്ഷെ അച്ഛന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു കഴിവുണ്ട്. അല്ല, ഈ പറയുന്ന പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. ഇനി പറയാം. അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പോ സ്റ്റേജിൽ നിന്നായാലും ആളെ 100% സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പം അത് ചെയ്യണ്ട എന്നൊന്നും പറയില്ല, പക്ഷെ ചെയ്യാനുള്ള ഫസ്റ്റ് കാരണം അമ്മയാണ് എപ്പോഴും, അത് ഞാൻ പറയും. പക്ഷെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ കുഴപ്പമില്ല നീ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിന്റെ അവിടെ നിന്നായാലും ആള് നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യാറുണ്ട്. മോട്ടിവേഷൻ ഉണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈഫ് ലോങ് വേണമെങ്കിലും സപ്പോർട്ട് ഉണ്ട്. സപ്പോർട്ട് ഉണ്ട്. നെഗറ്റീവ് അതാണ് വേണ്ടത്. നെഗറ്റീവ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ദേഷ്യം കുറച്ച് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെടുത്ത് പിണങ്ങുമ്പോഴത്തേക്കും കുഴപ്പമില്ല, എനിക്ക് അത്ര സീനില്ല. പക്ഷെ അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും അത് ഇപ്പോഴും നമ്മള് വഴക്കൂടെയോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ഇല്ലല്ലോ. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ അല്ലേ അങ്ങനെ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരപ്പോഴത്തേക്കും എനിക്കത് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. അപ്പൊ അച്ഛനായിട്ട് അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ എന്നൊക്കെ പറയുന്ന കണക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം അച്ഛൻ എന്നെ പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാറില്ല ആ സമയത്ത്. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഫീൽ ആവാറുണ്ട്. ഭയങ്കര കരച്ചിലാണ് അച്ഛൻ. പക്ഷെ പറയുന്ന ടൈമേ ഉള്ളൂ അച്ഛൻ പക്ഷെ ആ പറയുന്ന ടൈം എനിക്ക് നന്നായിട്ട് ഹേർട്ട് ആവും. ആ ടൈമില് എനിക്ക് കുറച്ചൊന്നും യഥാർത്ഥ ദേഷ്യം ആർക്കാണ്? അപ്പോ മാറ്റാൻ ശ്രമിക്കുക. അല്ല, അങ്ങനല്ല. എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ പെട്ടെന്ന് വായി തോന്നുന്ന കയറി അങ്ങ് പറയും. എന്താണ് പറയണേന്ന് ചിന്തിക്കും. പെട്ടെന്ന് എന്തെങ്കിലും വിളിച്ച് പറയും. മൈൻഡിൽ ഒന്നും ഉള്ള വെച്ചിട്ടല്ല പറയണ. ഓൺലി 1 സെക്കൻഡ്. പക്ഷെ അത് നമുക്ക് കേൾക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് പക്ഷെ അത് എന്റെ ഇടയിലും അങ്ങനെയല്ല. എന്താണ് പറയണ എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് അങ്ങ് പറയും. എന്തെങ്കിലും വാക്കങ്ങ് വിളിച്ച് പറയും. ദേഷ്യപ്പെടാൻ ഭയങ്കര സിമ്പിൾ ആണ്, പക്ഷെ കൺട്രോൾ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അതുപോലെ മെയിൻ പോയിന്റ് പിണങ്ങി കഴിഞ്ഞാൽ എന്റെ ഇവിടെ ഇങ്ങോട്ടൊന്നും മിണ്ടോന്ന് വിചാരിക്കേ വേണ്ട. നല്ല കോംപ്ലക്സ് ആണല്ലേ. ഞാൻ അങ്ങോട്ടൊന്നും മിണ്ടണം. പക്ഷെ ഇവരൊക്കെ പറയും അമ്മ എന്തിനാ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടണത്, അമ്മ മിണ്ടണ്ട. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വഴക്ക് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം ആഹാരം കിട്ടും. മെയിൻ എന്താ ഒരു നമ്മട്ടി എടുക്കുക ഇങ്ങനെ പറയും ആഹാരം വേണം എനിക്കൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ പറയും. പിന്നെ ഇത് നമ്മാട്ടിയൊക്കെ എടുത്തോണ്ട് അതുവരെ കിടക്കാത്ത ആള് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് പറിക്കണോന്ന് പറയപ്പോ പിന്നെ ആവട്ടെ. പക്ഷെ എന്റെ കൂടെ പിണങ്ങണ സമയല്ലേ ഈ കിഴക്കിൽ മാറിയിട്ടില്ല വൈകുന്നേരം വരെ കഴിച്ചോണ്ടിരിക്കുന്നത്. അതങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും. കാരണം എനിക്ക് തരാനുള്ള അവിടെ ചേച്ചി വിചാരിച്ച എന്റെ രാത്രി കൂച്ചോടാൻ വേണ്ടി അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഞാൻ ചെന്ന് മിണ്ടി സോറി പറഞ്ഞാല് ചേട്ടന്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ പോലും എന്റെ കൂടെ മിണ്ടു. അമ്മ മോളാ അച്ഛൻ മോളാ രണ്ടുപേരും വേണ്ട, ആദ്യം ഒരാൾ വന്നാൽ മതി. ഭാവിയില് ഇനി എന്താണ് ലക്ഷ്യം? ഭാവിയിലും മക്കളെ നല്ല രീതിയിൽ അല്ലത് ഭാവിയോ ഭാവി അല്ലേ ഭാവി എന്നല്ലേ അറിയണ
ഭാവി നമ്മള് ഭാവി എന്നും അല്ല, ഭാവി ഭാവി ഭാവിയല്ല ഭാവി ഭാവി ഫ്യൂച്ചർ ഫ്യൂച്ചർ അത് എന്താണ് പ്ലാൻ? പറ. ഫ്യൂച്ചറിൽ മക്കളെ നല്ല രീതിയിൽ ആക്കണം എന്നുള്ള ഒരു ഏറ്റവും ലക്ഷ്യം അതാണ്. എന്നാ അവർക്ക് MBBS എടുക്കണമെന്നാണ്. അവന് സയൻസ് ആണോ? ഓക്കെ സെറ്റ്. അവന് മോന് IPS ഓ അവന്റെ ചെറുതിലേ ഉള്ള ആഗ്രഹം. എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവന് ആക്ച്വലി ഇപ്പൊ IPS ആവണം അത്രേ ഉള്ളൂ. അവന്റെ ആ ഒരു ആക്ടിങ് സ്കില്ല് അവന് അധികം അങ്ങനെയല്ല, അവന് IPS എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞാൽ MBBS ഇപ്പൊ എടുത്താൽ തന്നെയും എനിക്ക് ആക്ടിങ് പാഷൻ അതോടെ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആ സ്വപ്നങ്ങൾ സാധിച്ചു എല്ലാ ആഗ്രഹവും ഉണ്ട്. ഇപ്പം ഒരു ആക്ട്രസ് ആവണമെന്നും അതുപോലെ അത് ഇപ്പത്തെ സൈഡില് ഡോക്ടർ ആവണമെന്നും രണ്ടും ആഗ്രഹം. അപ്പൊ രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റണമെന്നാണ് എന്റെ ആഗ്രഹം. സൂപ്പർ. എന്റെ ആഗ്രഹം അതിൽ എത്തിക്കണം. എത്തിക്കണം. അതാണ് പിന്നെ ഏറ്റവും വേറെ വലിയ ആഗ്രഹം എന്റെ ആഗ്രഹം ആദ്യം ഇവർ രണ്ടുപേരും സിനിമയൊക്കെ ആവണം. അത് ഭയങ്കര ആഗ്രഹമാണ്. ചേട്ടൻ ചേച്ചിയും ഒരു സീരിയലിൽ കയറും ഉറപ്പായിട്ടും. സീരിയൽ ഫ്ലവേഴ്സ് ഈ ഉപ്പുമുളകും അങ്ങനത്തെ ഇല്ല ആ സംഭവമില്ല, അതിലെന്തായാലും കയറുന്ന എനിക്ക് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് ഇപ്പം. ആണോ? വരുന്നുണ്ട്. പക്ഷേ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് എന്തെങ്കിലും ഇപ്പൊ 2 പേര് അല്ലെങ്കിൽ 10 പേര് ഞങ്ങൾ അറിഞ്ഞത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ്. അപ്പൊ ഞങ്ങളുടെ ഈ പറഞ്ഞ ഈ കുഞ്ഞു കുഞ്ഞു തമാശകൾ, കുഞ്ഞുങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൂടുതലും ഈ വയസ്സായ ആൾക്കാർ അവരിങ്ങനെ നോക്കിയിരിക്കും. ആ ടൈം നമ്മുടെ പക്കയാണ്, ഈ സമയത്ത് വീഡിയോ വരും എന്നുള്ളത് ഇങ്ങനെ നോക്കിയിരിക്കുക. അവരുടെ എന്തോ ഒരു റിലീഫ് പോലെയാണ്, അവർക്കൊരു സന്തോഷം പോലെയാണ് നമ്മൾ ആ വീഡിയോ. ഒരു അമ്പലത്തിൽ പോയപ്പോ ഇതുപോലെ അവിടത്തെ ഒരു ഈ പുള്ളുവമ്പാട്ട് ഇങ്ങനെ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു, എന്റെ അമ്മ കിടപ്പിലാണ്. ആ അമ്മ ചിരിക്കണത് കാണുന്നത് നമ്മളെ വീഡിയോ കണ്ടാണ് ചിരിക്കണേന്ന്. കേട്ടപ്പോ നമ്മള് ഇത്രയും വലിയൊരു ഇതാ നമുക്ക് ആ കണ്ണീര് ഇത് വന്നു. ഇപ്പൊ ഓരോ നിമിഷം അവര് കാത്തിരിക്കുമെന്ന് ആ ടൈം വീഡിയോ ഇടുന്ന ടൈം നോക്കിയിരിക്കുമെന്ന്. അപ്പൊ നമ്മളത് സ്റ്റോപ്പ് ചെയ്താൽ ഒരിക്കലും അപ്പം ആ ഒരു ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റൂല. ബിഗ് സ്ക്രീൻ എന്ന് പറയുമ്പോൾ അതിനെ ഒരുപാട് ഈ പറഞ്ഞ മാതിരി നമുക്ക് ഈ ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റത്തില്ല, അത് ചിലപ്പോ അതിലോട്ട് നമ്മൾ തിരക്കാവും. അങ്ങനെ വരുമ്പോ നമുക്ക് ഈ ഒരു നമ്മളൊരു ഇത് പറയത്തില്ലേ, വന്ന വഴി മറക്കാൻ പാടില്ല എന്നുള്ളത്. നമ്മള് വന്ന ഇതാണ് വഴി, ഞങ്ങളുടെ വഴി ഇതാണ്. ഈ വഴി വിട്ട് വേറൊരു ഹൈവേയിലോട്ട് കയറിപ്പോൻ നമുക്ക് പറ്റത്തില്ല, ഒന്നാമത്തെ വിഷയം. പിന്നെ ആഗ്രഹമുണ്ട്, ഒരു എന്താ പറയുക, ഒരു ജീവിതത്തിൽ ഒരു സിനിമയിലെങ്കിലും കയറണം എന്നുള്ള തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. അത് ദൈവം സഹായിച്ചു തരുമെന്നാണ് ഇപ്പോഴും വിശ്വാസം. അപ്പം എന്തായിരുന്നാലും ഇനി എത്ര ബിഗ് സ്ക്രീനിൽ പോയാലും എന്ത് സംഭവത്തിൽ പോയാലും ഈ ഒരു സംഭവം ഞങ്ങള് മരണം വരെ കിടന്നാ പോലും ചെയ്തിരിക്കും. അപ്പോ കാശല്ല അല്ല ഒരിക്കലും. സത്യം എനിക്ക് തോന്നി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും കാശിന് പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫ്ലോപ്പ് ആവാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആക്കണം എന്നാണ് മെയിൻ ആയിട്ട്. അങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് കാശ് വന്നോളും. നമ്മൾ മനസ്സിലാക്കാൻ എനിക്ക് സംസാരിച്ചപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലവേഴ്സിലൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് ബെറ്റർ കാശ് കിട്ടുമല്ലോ, കൂടി നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ ഇല്ല, നമ്മുടെ ഈ ചാനൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഒരു ലോജിക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മള് എന്താണ് ഭയങ്കര ഒരു എന്താ പറയാൻ അതിനൊരു നമ്മൾ കിട്ടണം. മറക്കരുത്, കാശ് എനിക്കത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നമുക്ക് ദൈവം തന്നെ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആകുമ്പോൾ ബാക്കി സത്യം. അതാണ് ഈ വിജയത്തിന്റെ രഹസ്യം. പിന്നെ കുറെ ഈഗോയുടെ ഫാക്ടർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത് തുടങ്ങിയ സമയത്തേക്കും നമ്മുടെ ഇപ്പൊ നാട്ടുകാരായാലും അവര് കുറച്ചൊന്ന് നമ്മളെ വേറെ രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കളിയായിരുന്നു. അത് ചെയ്ത് കാണിക്കണം, നമ്മൾ എവിടെയെങ്കിലും എത്തണം എന്നുള്ള ഈഗോ നമ്മുടെ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ പ്ലസ് പോയിന്റ് നമ്മൾ 4 പേരും ഒരുപോലെ നിൽക്കും എന്ത് കാര്യം. അടിപൊളി. ഈ ഫാൻസ് ഒക്കെ വരുമ്പോണ്ടാവുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഫോട്ടോ ഒക്കെ എടുക്കുമോ? മോളുടെ കൂടെ ഒക്കെ എടുക്കുമോ? ഒരു ചെറിയ സംഭവം പറയാം. ഇവൾക്ക് ഒരു ചെറിയൊരു സർജറി ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഓക്കെ. അപ്പൊ ഞങ്ങള് നമ്മുടെ ഒരു സർക്കാർ ഹോസ്പിറ്റലാണ്, തൈക്കാട് ഹോസ്പിറ്റൽ, അവിടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇവളെയും കൊണ്ട് നമ്മൾ എടുത്ത് നമ്മുടെ അഡ്മിറ്റായി വാർഡിലോട്ട് പോകുന്ന സമയത്ത് അപ്പൊ നമ്മുടെ അറിയാലോ ഒരു ഇതായിട്ട് നമ്മൾ നമ്മുടെ മെന്റാലിറ്റി എന്തായിരിക്കും നമുക്കറിയാലോ, നമ്മളൊരു അസുഖമായിട്ടാണ് പോകുന്നത്.
അപ്പൊ ഇവള് അവിടെ കൊണ്ട് വാർഡിൽ പോയി അവിടെ ഇരിക്കുക. അപ്പൊ ഞാൻ പുറത്താ, അവിടെ അതിനകത്ത് കയറ്റത്തില്ല. അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കയറി ചെല്ലുമ്പം കാണാം ആൾക്കാർ മൊത്തം കൂടി ഇവളെ ചുറ്റിലും അങ്ങ് നിക്കുക. എന്ത് പറ്റി ചേച്ചിക്കൊക്കെ ഇങ്ങനെ വരുവോ തിരിച്ചറിഞ്ഞിട്ടാണോ? ഞാൻ സീരിയസ് ആയിട്ട് പോകുമ്പോ ആളുകൾ കൂടി വന്നു. അവര് ഇത് തിരിച്ചറിഞ്ഞിട്ടേ ചേച്ചിക്ക് എന്ത് പറ്റി, ചേച്ചിക്കൊക്കെ ഇതൊക്കെ വരുവോ, മനുഷ്യരല്ലേ, നമുക്ക് അസുഖങ്ങൾ വരില്ലേ, സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ. അപ്പൊ നമ്മളൊക്കെ സർജറിയാ. ചേച്ചി എന്താ വിചാരിച്ച ആ സമയത്ത്? പിന്നെ അവരെ വേദനിപ്പിക്കാനും പാടില്ലല്ലോ ഒരിക്കലും, നമുക്ക് അത് ചെയ്യാൻ പാടില്ലല്ലോ. പക്ഷെ മനസ്സിൽ ടെൻഷൻ ഉണ്ട്. പക്ഷെ എന്ത് ഇത് വന്നാലും ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കും. ഏതസുഖം വന്നാലും നമ്മള് പോസിറ്റീവായിട്ട് ചിന്തിക്കും. അത് ഡോക്ടർ മാഡം പറഞ്ഞായിരുന്നു, ഇയാള് എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നോണ്ടാണ്. എനിക്ക് ആ ടൈമിൽ റീൽസ് എടുത്തിട്ടുണ്ടല്ലേ? കൊണ്ട് എടുത്തായിരുന്നു റീൽസ്. എടുത്തായിരുന്നോ? പിന്നെ എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു ഹോസ്പിറ്റലിൽ. ഡോക്ടറിന് സപ്പോർട്ടായിരുന്നു അല്ലേ? ഡോക്ടർ സപ്പോർട്ട്, നഴ്സുമാരുടെ സപ്പോർട്ട്, എല്ലാവരും. അടിപൊളി. ഓക്കെ, അപ്പൊ മോളുടെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചു. ഇനിയിപ്പോ ചേട്ടൻ്റെ അടുത്ത് ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറും ഇഷ്ടപ്പെടാത്ത ക്യാരക്ടറും, ഇങ്ങനെ മാറ്റിയാൽ കൊള്ളാം എന്ന് തോന്നുന്ന ക്യാരക്ടർ, ഇഷ്ടമുള്ള ക്യാരക്ടർ, അതേപോലെ ചേച്ചിയും പറയണേ. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് ചേച്ചി പറയാൻ നെഗറ്റീവ് പറയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കല്ലോ ചേച്ചി. പോസിറ്റീവ് ചേച്ചി നേരത്തെ പറഞ്ഞു ഞാൻ വിചാരിച്ചിട്ട് മാറ്റാൻ പറ്റില്ല. ശരി, ഓക്കെ. അപ്പൊ ഞാൻ പറയാം. ആദ്യം പറയുന്നത് എന്താ? ആദ്യം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇത് പറയാം. എന്താണ് ഇവളുടെ ഒരു ഇഷ്ടമുള്ള സാധനം? അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഇവളുടെ ഇഷ്ടമുള്ള ഒരു സാധനം എന്ന് പറയുന്നത്, ഇപ്പം നമ്മള് ഒരുപാട് വഴക്ക് കൂടാറുണ്ട്. ഈ പറഞ്ഞ ലൈഫല്ലേ, വഴക്ക് സ്വാഭാവികം. ഞങ്ങള് പിണങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കോംപ്ലക്സ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് കയറി വിണ്ടില്ല, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം കുറച്ച് കഴിയുമ്പം പുള്ളി അതങ്ങ് ആ വിഷയത്തിനെ അങ്ങ് കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് എന്നോട് മിണ്ടും, മറന്നിട്ട് കളഞ്ഞിട്ട് വരും. മനസ്സിലായി? ആ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു രീതിയിൽ പുള്ളി വരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അങ്ങ് നോർമൽ ആവും സംഭവം. നോർമൽ വൈഫ് അങ്ങനെ അല്ലല്ലോ, പഴയ കാര്യങ്ങൾ അപ്പൊ പെട്ടെന്ന് തന്നെ പുള്ളി വന്ന് ഇങ്ങോട്ടൊന്ന് മിണ്ടും. എന്റെ അടുത്തായിരുന്നാലും ശരിക്കും ആരുടെ അടുത്തായിരുന്നാലും വന്ന് ഇങ്ങോട്ട് മിണ്ടിക്കോളും. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവല്ല. അപ്പൊ എനിക്കും ഇല്ല അങ്ങനെ ഒരു സംഭവം. ഞാൻ ഒരാളുടെ അടുത്ത് പിണങ്ങി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ പോക്ക് പോകും, പിന്നെ ആളുടെ മിണ്ടത്തില്ല. ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പുള്ളി വരും. എന്നെ ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട്. അല്ല, അങ്ങനെയല്ല. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം എന്താ പറയാ, ചിലപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും. ഞാൻ എന്തെങ്കിലും ഒരു നിസ്സാര ഒരു നമ്മുടെ ലൈഫായിട്ട് അല്ലെങ്കിൽ അത് ആ വിഷയമായിട്ട് ഒരു എന്തെങ്കിലും വന്നാൽ തന്നെ ഒരു വിഷയമുള്ള കേസേ അല്ല. പക്ഷെ അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് പോലും ചിലപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് അങ്ങ് എടുത്തു കളയും എന്നെ. ഇപ്പം എന്തെങ്കിലും നമ്മളിപ്പം എനിക്കിപ്പം ഒരു സാധനം കൊണ്ട് വെച്ചു കഴിക്കാൻ, ഞാൻ അത് ഇത് കൊള്ളത്തില്ല അല്ലെങ്കിൽ ഇത് എനിക്ക് വേണ്ടായിരുന്നത്, ഞാൻ പെട്ടെന്ന് അതിനെ ഒരു സീരിയസ് ആയിട്ട് അങ്ങ് എടുത്തു കളയും. അപ്പോഴൊന്നും പറയത്തില്ല. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടിടുമ്പം ഈ സാധനം എടുത്ത് അവിടെ എനിക്ക് പണി തരും. അല്ല, ഞാൻ പറഞ്ഞത് സാറില്ല, കാരണം അത് കഴിഞ്ഞ കുറച്ച് മറക്കൂലോ. പിന്നെ അത് നമ്മളിപ്പം ഒരു ചെറിയ കാര്യമായിരിക്കും, അത് പറഞ്ഞ് അവിടെ കളഞ്ഞു. പക്ഷെ ഇവിടെ കളയില്ല. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്തെങ്കിലും ഞാൻ പറയുന്ന സാധനം മേടിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെടുത്തിടും, എവിടെയെങ്കിലും കൊണ്ടിട്ട് അതിനെ കൊള്ളിക്കും. അപ്പൊ എനിക്ക് പണി തരും, പറയൂ. അത് മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു മാറ്റണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും എനിക്ക് ആഗ്രഹം. വേറെ എല്ലാം പെർഫെക്റ്റ് ആണ്, ബാക്കിയൊന്നും കുഴപ്പമില്ല, സൂപ്പർ, കുഴപ്പമില്ല. ഓക്കെ, അടിപൊളി. ചേച്ചി തലയായിട്ടല്ലേ പറ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ട് പറയണേ, നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് പറഞ്ഞോ. അപ്പൊ പറയണ്ടേ? പെട്ടെന്ന് ഏത് ഫുഡ് കൊടുത്താലും കഴിക്കും. ചമ്മന്തി വഴിയില്ല അല്ലാതെ കഴിക്കും. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു നമുക്ക് കുടുംബമായിട്ടൊക്കെ വിഷയങ്ങൾ വരപ്പോഴും അതിനെല്ലാം പറഞ്ഞ് സമാധാനപ്പെടുത്തും. അത് പ്ലസ് പോയിന്റ്. പിന്നെ ഏറ്റവും പറഞ്ഞാൽ ഇത് തന്നെ, പിണങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ ആള് മിണ്ടൂല, ഭക്ഷണം കഴിക്കൂല. ഇങ്ങോട്ട് വല്ലപ്പോഴും വരണം ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇനി അടുത്ത് വഴക്കണ സമയത്ത് അങ്ങോട്ട് ആദ്യം പോ, എന്നിട്ട് എന്നെ ആലോചിച്ചാൽ മതി. അതിന് പിണങ്ങണില്ല, പ്രശ്നം ചെയ്യുന്നില്ല, അങ്ങനെ വിചാരിക്കാം. അത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മള് സപ്പോർട്ട് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് സപ്പോർട്ട് ചെയ്യാറുണ്ട്. നമ്മള് രണ്ടുപേരെ ഭാഗം ഒരാളെ സപ്പോർട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് അവസാനം കുറച്ച് 2 മിനിറ്റ് കഴിയുമ്പോ ഇവരങ്ങ് നമ്മൾ പുറത്താവും.
അടിപൊളി. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്താ പറയാ, 1 മണിക്കൂറായില്ലേ ഏകദേശം? സമയം പോയതേ എനിക്കറിഞ്ഞില്ല. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു, അറിഞ്ഞോ? ഇന്ന് വൈകുന്നേരം വരെ സംസാരിച്ചാലും തീരില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ പറഞ്ഞ പോലെ മോളുടെ വലിയ വലിയ ഡ്രീമൊക്കെ സക്സസ് ആവട്ടെ. മോന്റെ കൂടെ പറഞ്ഞല്ലേ, അവൻ കലിപ്പാണ്. മോനെ വലിയ ലെവലിലേക്ക് വരട്ടെ കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ഞങ്ങൾ ഇത്രയും നേരം സഹിച്ചതിന് വെരി വെരി താങ്ക്സ്.